السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحمد لله العظيم الجاهل وعلى آله وصحبه وسلم تسليما بقدر عظم ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. صدق الله المولانا العظيم. من تاب قبل أن تطلع الشمس من مغربها تاب الله عليه. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, ഷംസ് എന്ന് സൂര്യ അതിപ്പോൾ പൂർവ്വത്തിലല്ലേ ಹುಟ್ಟರು, അത് പശ്ചിമത്തിൽ ಇನ್ನು ഒരു കാലത്തിലെന്താ ಅದು ಉದಿಕಡು. ಆ ಉದಿಕಡ ಕಾಲത്തോലോ ಅದಕ್ಕೆ ಮುನ್ನೋರು ಆರೆಲ್ಲ ತೋಬಾಕಿದ್ದೀವಿ ಅಲ್ಲಂದಾಕಡ ಸ್ವೀಕರಿಕಡ. അപ്പോൾ തോബ ചെയ്യുന്നതിന് ಗೊಂತಿക്കണം ಮನುಷ್ಯന്മാರ ಮತ್ತು ಕಡಿಲಿ ಜಂಡ ಶಕ್ತಿ ಉಂಟು ಅಂದರೆ ಒಂದು ಬೆಡಕಾಗೋ ಪ್ರೇರಣೆ ಹಾಕಡೋ ಪಿಶಾಚರ ಶಕ್ತಿ. ಅವ್ರ ಪಿಶಾಚುಂಟು ಎಲ್ಲರೂ ತಡ್ಲು ಒಂದು ಹೈರಾಕವು ನಲ್ಲದಾಕವು ಒಳಿತಾಕವು ಪ್ರೇರಣೆ ತಂಡು ಅವ್ರ ಮಲಕು ಉಂಟು ಎಲ್ಲ. ഈ മലക്കും ഇതിൻ്റെ ജണ്ടിൽ മഹായുദ്ധം നടന്നുകൊണ്ടേക്കട്. അതിൽ ഏത് ജയിക്കട് അപ്പം എന്താ ബെടക്കുണ്ടായിട്ടെങ്കിൽ പിശാച്ച് ജയിച്ചിട്ടെങ്കിൽ എല്ലാം ബെടക്കാക്കണം. മനുഷ്യന്മാർ തപ്പാക്കടങ്ങനെ, മനുഷ്യന്മാർ തപ്പുണ്ടാവടോ അങ്ങനെ. അതെന്തുകൊണ്ട് ഞങ്ങൾ ബുദ്ധി കൊണ്ടേയതുകൊണ്ട് ബുദ്ധിന്ന മനുഷ്യന്മാർ എന്താക്കടാറ് എല്ലാം ആക്കുമ്പോഴത്തും ഇത് അള്ളാഹു അനിഷ്ടമായതായെന്ന് ഭയങ്കര ഗാഠമായ ആലോചന ആക്കിടാറ്. അങ്ങനെ ആലോചന ആക്കിയിട്ട് എന്താ അവിടെ എല്ലാം ഹൈരേ ആവിടും. ഇല്ലെങ്കിൽ തപ്പ് വന്നോണ്ടിരിക്കണം. അപ്പം തപ്പ് വന്ന് ആരും എന്താവണം, നിരാശ ആവണ്ട. തപ്പ് വന്ന ആരും നിരാശ ആവണ്ട. അത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അതുകൊണ്ട് കലബിടെ അടിത്തട്ടിൽ ആരും ദുഃഖത്തോടു കൂടി അത്തോബത്തു അന്നതം തോബ ചെന്നക്കേതാ ദുഃഖമുണ്ട്. കലബിടെ അടിത്തട്ടിൽ ആരും ദുഃഖ വെച്ചിട്ട് ചെന്നോ നിബന്ധന ಕಂಡೀಷನ್ ಚೆನ್ನಲ್ಲಿದ್ದಾಯ್ಪ 4 ಕಂಡೀಷನ್. ಆ ಕಂಡೀಷನ್ ಪ್ರಕಾರ 6 തോബാക്കിയിട്ട് എത്ര ദോഷം അള്ളാഹു മാഫാക്കട്ടെ. ഷിർക്ക് പോലും ഭൂമിയിൽ മാഫാക്കട്ടെ. ഭൂമിയുടെ അടിക്ക് പോകേണ്ട മുതಲು ഇനി മേലിൽ ഷിർക്കാക്കില്ല, എന്നെ കൊണ്ടാവില്ല, അള്ളാഹു നാക്കിപ്പോയിട്ട് ഇനി മാഫാക്കിന് അള്ളാഹ് മാഫാക്കട്ടെ. അള്ളാഹു മാഫാക്കട്ടെ. മാഫാക്കത്ത ദോഷമുള്ളൊന്നും ഷിർക്കല്ലേ. അത് സമയത്ത് ഭൂമിയിൽ കരുതി കൂട്ടി നാക്കിപ്പോയ അള്ളാഹ് അല്ലെങ്കിൽ ആയിപ്പോയിട്ട് ഇനി മേലിലാക്കല്ല ചെയ്യുന്നത്. അത് സമയത്ത് അള്ളാഹു എന്താക്കട മാഫാക്കട. അപ്പോൾ മൂന്നായ മനുഷ്യന്മാർ എന്താക്കട എല്ലാവരും തപ്പ് വന്ന് പോയി സദാ എന്താക്കട തോബ ചെയ്ഞ്ഞോണ്ടിരിക്കട്ടാറ്. തോബ ചെയ്യുന്ന എന്തോ ബുക്ക് പിടിച്ചിട്ട് ഊതറമ്മ അല്ലെ ഉസ്താദ്മാർ ചെന്തന്നെ ചെല്ലടമ്മ അല്ല. അങ്ങനെ ചെല്ലதுக்கு ദിക്കറൊക്കെ കുരുക്കിട്ടോമൈ. തോബ ചെന്ന് അള്ളാഹു മുട്ട തിരിച്ചു വണ്ടു ദൂരത്തായിട. അള്ളാഹുമായിട്ട് ദോഷാക്കിയിട്ട് ദൂരത്തായിട പാടെ മടങ്ങി വണ്ടു. അവിടെ മുട്ട അള്ളാഹുടെ മുട്ട അവിടെ പാടെ മടങ്ങിയിട്ട് വണ്ടു. അത് ഏതായിട്ട് തോബ വന്നിട്ട് ഗൊന്തില്ല ಅಂಟ ആയിപ്പോയിട്ട് അള്ളാഹുനോട് ചെല്ലും. ദൃഢമായി ചെന്നിട്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെടുന്നെങ്കിൽ തപ്പു നന്നായിപ്പോയിട്ട് എന്ന് കേദിക്കണം. അങ്ങനെ കേദിച്ചിട്ട് തിങ്കാലും കണ്ണിൽ തന്നി വന്ന് പോയിട്ടെങ്കിൽ കൊണ്ട് തപ്പ് പോകേണ്ട അള്ളാഹു മാഫാക്കിറെന്ന് അലാമത്ത് ലക്ഷണ. ആറ് കണ്ണിൽ തന്നി പോയി തോബ വന്ന് തോബ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ തോബ ആക്കിയ ദോഷം ഖേദം വരുമ്പോൾ കണ്ണിൽ തന്നി പോയിട്ട് ഓണ്ട സർവ്വദോഷം അള്ളാഹു മാഫാക്കിട ഓണ് ജയിക്കിടവണു എന്നുള്ള നല്ല അലാമത്തായിരിക്കും. അതുകൊണ്ട് നിഷ്കളങ്കമായി തോബ എന്താക്കണു ചെയ്യണമെന്നങ്ങ ആവണം. നീ ഇപ്പം വെത്തക്കിടാടുപോലെ നങ്ങാവിടെ തോബ ചെന്ന ഇപ്പം 4 കണ്ടീഷൻ ചെന്നല്ലേ. ആ നിലക്ക് ഞങ്ങ ഇപ്പോൾ മനുഷ്യന്മാർ വൽക്കത് കറമ്മന ബനി ആദമനെ സന്ദർശികൾ ഞങ്ങൾ ബഹുമാനിച്ചിര എന്ന് അള്ളാഹ് ചെന്നല്ലേ. അതുകൊണ്ട് ആരും നിരാശ ആവണ്ട. ഹൊലിക്കൽ ഇൻസാനുള്ള ആയിഫ മനുഷ്യന്മാർ ദുർബലുണ്ട് അള്ളാഹ് ചെന്നു. അതുകൊണ്ട് തടിയുടെ പ്രേരണ കൊണ്ട് ശക്തി ഒന്നെന്തോ ശൈത്താൻ്റെ പ്രേരണ, ഒന്ന് ಸ್ವಂತ ಶರೀರ ഞങ്ങൾ ഡെഡ് അഗനിസ്റ്റ്, ഞങ്ങൾ ബദ്ധവൈരി, ഞങ്ങൾ ശത്രു. അതുകൊണ്ട് അത് ജണ്ട് കൊണ്ട് ആവണം. അതുകൊണ്ട് അത് പോയിട്ട് എന്താകണം, തപ്പു
ಬಂದೆങ്കിൽ ಆ ತಪ್ಪಡ ಅಲ್ಲಾಹ್ ಬಿಟ್ಟು ಒಪ್ಪಿಟ್ಟು ಇನಿಮೇಲೆ ಬಂಡಿಲ್ಲ ಅಲ್ಲಾಹ್ ಎಂದು ನಂಗೆ ಬುದ್ಧಿಂದಂಗೆ ಮಾಡು ಬುದ್ಧಿಯಿಂದ ಮನುಷ್ಯಮ್ಮಾರು തപ്പാക്കുന്ന മനുഷ്യന്മാർ അള്ളാഹുമായിട്ട് നിക്കട്ടമായിട്ട് 40 മുട്ട അവിടെ മനുഷ്യന്മാർ അപ്പോൾ മരണത്തിന് നനപ്പുണ്ടു ഞങ്ങൾ മരിക്കട അള്ളാഹുടെ വിട്ട് പോകണ്ട ഹിസാബുണ്ട് ഞങ്ങൾക്കു ഞങ്ങൾ അള്ളാഹുണ്ട് വലിയ ബഹുമാനമുള്ള മനുഷ്യന്മാർ ഉലകത്തെ കറന്ന ബനിയാദമെന്നുള്ള ചെന്ന് ഞങ്ങളെ ബഹുമാനിച്ചത് അള്ളാഹു അതുകൊണ്ട് ആ ബഹുമാനത്തിൽ ഞങ്ങൾ എന്താക്കണു സംരക്ഷണ ഞങ്ങൾ അതിനെ ഭയങ്കര കാപ്പാട് ചെന്നെങ്കിൽ സംരക്ഷിച്ചെങ്കിൽ ഞങ്ങൾ അതുപോലെ ഇന്നെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ബഹുമാനം കിട്ടരുത് എന്നുള്ള ആ ബോധം ഇണ്ടെങ്കിൽ മനുഷ്യന്മാരിൽ ബുദ്ധി ഉണ്ടെങ്കിൽ മനുഷ്യന്മാർ തപ്പ് പറയാത്ത പോലെ കൈവിടെ പരമാവധി ജാഗ്രത ആക്കുള്ളൂ വലിയ ഭാഗ്യം ഉണ്ടാടും സമയം തപ്പായിട്ട് പോയിട്ടെങ്കിൽ എന്തും എന്താ ഉണ്ടാ അവൻ നിരാശാവണ്ട ನಾನು ಹಲಾಕಭಯ ನಾನಿಂದ ನಲ್ಲಾವಲ್ಲ എന്ന് ಅವನು ನಿರಿಕಂಡ ಅವನು എന്താ അള്ളാഹുടൊട്ടുകൂ ചെന്നൈത്ത് ആക്കിയ ദോഷത്തെല്ല ഇനിമേലാക്കില്ല അള്ളാഹ് നിൻ്റെ റഹ്മത്ത് ഭയങ്കര വിശാലല്ലേ അള്ളാഹുടെ റഹ്മത്ത് ഭാരി വിശാല അതുകൊണ്ട് എത്ര ദോഷം നിങ്ങൾ അള്ളാഹു മാഫകട വിധിയില്ലാത്തത്ര ദോഷം നിങ്ങളും അള്ളാഹു മാഫകട കൊണ്ടുണ്ടാവും റഹ്മത്തിൽ തൊട്ട് ആശ മുറിയാണ്ട് അള്ളാഹുവേ നിൻ്റെ എല്ലാ സർവ്വദോഷം നീ മാഫാക്കുക അള്ളാഹ് എന്ന് ചൊല്ലലോടുകൂടി പിന്നെ ദുഃഖം വന്നിട്ട് ഒൽപ്പ് വന്നു പോയിട്ടെങ്കിൽ പരിപൂർണമായ ദോഷമാഫായിട്ട് എന്ന് അലാമത്ത് കൊണ്ട് തോബ ചെന്നെങ്കിൽ എന്തോ മനുഷ്യന്മാർ അള്ളാഹുവിനോട് പേടിച്ചിട്ട് ഖേദിക്കില്ല അള്ളാഹുടെ പേടിയെങ്കിൽ ഖേദിക്കില്ല ദുഃഖമുണ്ടോ ആ ദുഃഖപരവുള്ള നല്ല തിങ്ങലിപ്പോൾ സദ്യത്ത് പണ്ട് എന്തോ പ്രധാന തിങ്ങൽ ರಜಬು ഷഅബാൻ റമളാൻ ബറഗൈತല്ലേ ബറഗു ആയിട്ട് അതുകൊണ്ട് ആ തിങ്ങലുകൾ നിങ്ങൾ റെഡിയാവണം ഇപ്പോൾ പൊദ്നാസുണ്ട് മാത കണ്ടിട്ട് രജബ് ഒന്നാവിടെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല തിങ്ങൽ പറയുമ്പോൾ നിങ്ങൾ എന്താവണം പരിശുദ്ധരാവണം നിങ്ങൾ നിഷ്പാപ്യമാവണം അതൊക്കെ അള്ളാഹു നമ്മൾ എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി